ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ തേടി. ആരോപണങ്ങളെല്ലാം നിഷേധിച്ചാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. യുവതി ആരോപിക്കുന്നത് പോലെ പീഡിപ്പിച്ചിട്ടില്ലെന്നും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും രാഹുൽ വാദിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി നാളെ പരിഗണിക്കും. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ നീക്കം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു. യുവതിയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ബന്ധപ്പെട്ട് സൗഹൃദമുണ്ടാക്കിയത്. ഭർത്താവ് തന്നെ ഗാർഹികമായി പീഡിപ്പിക്കുന്നുവെന്ന് യുവതി പറഞ്ഞതോടെ തനിക്ക് അനുകമ്പ തോന്നി. ഈ ബന്ധമാണ് പിന്നീട് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് വളർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. യുവതി വിദ്യാസമ്പന്നയും ബന്ധത്തിലെ ശരിതെറ്റുകൾ അറിയാവുന്ന വ്യക്തിയുമാണ്. താനാണ് ഗർഭിണിയാക്കിയെന്ന ആരോപണം തെറ്റാണ്. പിന്നെ ആരാണെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കേരള സമൂഹത്തോട് പറയേണ്ടി വരും. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്നും ചാറ്റുകളും ഫോൺ രേഖകളും അത് വ്യക്തമാക്കുന്നുണ്ടെന്നും രാഹുൽ പറയുന്നു. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ വെച്ച് യുവതിയുമായി ബന്ധപ്പെട്ടത്. യുവതിയും ഇത് സമ്മതിക്കുന്നുണ്ട്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന വാദം നിലനിൽക്കില്ല. സ്വമേധയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ചതെന്ന് യുവതി സമ്മതിച്ചിട്ടുണ്ട്. ഗർഭവും ഗർഭഛിദ്രവും വാദത്തിനായി സമ്മതിച്ചാൽ പോലും യുവതി സ്വമേധയാണ് അത് ചെയ്തത്. യുവതി ഭർത്താവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെന്നും രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. യുവതി ചാറ്റുകളും ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്തത് തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ്. പോലീസിന് പരാതി നൽകാതെ ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും യുവതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണമെന്ന് സ്ഥാപനം പറഞ്ഞതായി യുവതി മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശവും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് സൂചിപ്പിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമാവുകയും ശബരിമല സ്വർണ്ണ കവർച്ച ചർച്ചയാവുകയും പ്രമുഖർ അറസ്റ്റിലാവുകയും ചെയ്യുമ്പോൾ പൊതുശ്രദ്ധ തിരിക്കാനുള്ള BJP സഹായത്തോടെയുള്ള നീക്കമാണ് ഇതെന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. എന്തായാലും രാഹുൽ ഒരു കാര്യം സമ്മതിച്ചു. ഈ യുവതിയുമായി രാഹുൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. യുവതിയും രാഹുലും തമ്മിൽ ദീർഘകാലത്തെ പരിചയം ഉണ്ടായിരുന്നു. അത് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ നിഷേധിക്കുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചുറുചുറുക്കുള്ള യുവാവിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അസ്തമിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു തലവേദനയായി മാറിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവേ മുഖ്യമന്ത്രി ശക്തമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ തന്ത്രമല്ല ഇത്. രാഹുൽ എന്ന പന്ത് മുഖ്യമന്ത്രിയുടെ കാലിൽ എത്തിയപ്പോൾ അടിച്ചു ഗോളാക്കാൻ തന്ത്രജ്ഞനായ മുഖ്യമന്ത്രിക്ക് അതിവേഗം കഴിഞ്ഞു. മാത്രമല്ല ഇതുവരെ രാഹുലിനെ സംരക്ഷിച്ച ഓൺലൈൻ ചാനലുകളെല്ലാം മിണ്ടാട്ടമില്ലാതായി മാറി. ഇതുവരെ രാഹുലിനെ ഹീറോയാക്കി കൊണ്ടാടിയ ഓൺലൈൻ ചാനലുകൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു കഴിഞ്ഞു. ആ യുവതിയുമായി ലൈംഗിക ബന്ധം അയാൾ പുലർത്തിയിരുന്നു. അത് അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല രാഹുലിന് സമ്മതിക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു.
ജനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ കുറിച്ചോർത്ത് മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഖത്തറിന് കഞ്ഞി മുക്കാൻ പോലും പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ജയ് വിളിച്ചവരാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ. ഖത്തറിന് കഞ്ഞി മുക്കാൻ പോലും പൈസ ഇല്ലാതെ നിങ്ങൾക്ക് ജയ് വിളിച്ച് നിങ്ങളെ MLA ആക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അവരിത് പ്രതീക്ഷിച്ചു കാണില്ല. നിങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ഇത് പ്രതീക്ഷിച്ചു കാണില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാഠമാണ് വളർന്നു വരുന്ന യുവാക്കൾക്ക്. വഴി തെറ്റിപ്പോയാൽ വഴി തെറ്റി തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നീട് യഥാർത്ഥ വഴിയിലേക്ക് എത്തുക വലിയ പാടാണ്. അതിനൊരുപാട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതനം പൂർത്തിയാകുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് വിഷമമുണ്ട്. കാരണം ഈ യുവാവിൽ ഞങ്ങൾ കണ്ടിരുന്നത് നാളത്തെ കോൺഗ്രസിനെയായിരുന്നു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, ജനങ്ങളുമായി ബന്ധമുള്ള ചെറുപ്പക്കാരൻ, BJPക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന, കോൺഗ്രസിനുള്ളിൽ നിന്ന് റിബലായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു പരിവേഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ പരിവേഷത്തിൽ നിന്ന് ഞങ്ങൾ ചില വാർത്തകൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്തു. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സൈബർ ഇടങ്ങൾ ഓടി നടക്കുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായി വാർത്ത ചെയ്തു. സ്വതന്ത്രമായി തന്നെ ഞങ്ങൾ വാർത്ത ചെയ്യും. തെറ്റു പറ്റിയാൽ ഞങ്ങൾ തിരുത്തും. അതാണ് പൊളിറ്റിക്സ് കേരള എന്ന പ്രസ്ഥാനം. നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്നത് നെറുകേടാണെങ്കിൽ ആ നെറുകേട് എന്നും എക്കാലവും പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യം ആയിരിക്കും. ഞാൻ മരിക്കുവോളം, എൻ്റെ അന്ത്യശ്വാസം നിലയ്ക്കുവോളം അത് തുടർന്നുകൊണ്ടിരിക്കും. രാഹുലെ, നിങ്ങൾ ചെയ്തത് ചെറ്റത്തനമാണ്. നിങ്ങൾ ചെയ്തത് പല തന്തയ്ക്ക് പറന്ന പ്രവൃത്തിയാണ്. കോൺഗ്രസിന്റെ ഖദർ കുപ്പായവും ഇട്ടുകൊണ്ട് നിങ്ങൾ വ്യഭിചരിച്ചു. നിങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച ഖദറിന് കഞ്ഞി മുക്കാൻ പോലും പൈസ ഇല്ലാത്ത അണികളെ വഞ്ചിച്ചു, ക്രൂരമായി വഞ്ചിച്ചു. നിങ്ങൾക്ക് മാപ്പില്ല രാഹുലെ. നിങ്ങൾക്ക് മാപ്പ് കേരള സമൂഹം നൽകില്ല. നിങ്ങൾക്കെതിരെ ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിയുന്നത്. നിങ്ങൾക്കെതിരെ ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു പഴുതും ഉണ്ടാവില്ല. നാളെ ഒരുപക്ഷെ നിങ്ങളുടെ വിധി പറയുന്ന ദിവസമായിരിക്കും. നിങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ നിങ്ങൾക്ക് പിന്നെ രക്ഷയില്ല. നിങ്ങളിപ്പോൾ പണത്തിന്റെ നകളിപ്പ് കൊണ്ട് ഒളിജീവിതം നയിക്കുകയാണ്. നിങ്ങളെ പിടിക്കാൻ കേരള പോലീസിന് നിഷ്പ്രയാസം സാധിക്കും. നിങ്ങൾക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസുകൾ വിമാനത്താവളങ്ങളിൽ പതിപ്പിച്ചു കഴിഞ്ഞു കേരള പോലീസ്. കോൺഗ്രസിനെ ഇത്രയേറെ മലീമസമാക്കിയ മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല. നിങ്ങളെ ഓർത്ത് ലജ്ജിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി വാർത്ത ചെയ്തതിൽ, നിങ്ങൾക്ക് അനുകൂലമായി വാർത്ത ചെയ്തതിൽ സ്വയം ലജ്ജിച്ചുകൊണ്ട് പൊളിറ്റിക്സ് കേരള നിങ്ങൾക്കെതിരായുള്ള യുദ്ധം തുടങ്ങുകയാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്കെതിരായുള്ള വാർത്തകളെന്നല്ല, സത്യസന്ധമായ വാർത്തകൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എതിരായി മാറും. ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ നിങ്ങൾക്ക് സ്തുതിപാടിക്കൊണ്ട് വന്നു. നിങ്ങളെ അനുകൂലിക്കുന്നവരുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ എടുത്തു വെച്ച് നിങ്ങളെ ആഘോഷിച്ചു. ഇപ്പോൾ അവരെല്ലാം തലകുമ്പിട്ട് ഇരിക്കുകയാണ്. അവരെല്ലാം നിങ്ങളുമായി ബന്ധമുള്ളവരുമായിരിക്കാം. പൊളിറ്റിക്സ് കേരളയ്ക്ക് തലകുമ്പിടേണ്ട കാര്യമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു, ആ യുവതിയുമായി ഉഭയ കക്ഷി ബന്ധത്തോടെ ലൈംഗിക ബന്ധം നടത്തിയെന്ന്. നിങ്ങൾ ഇതിലൂടെ തിരിഞ്ഞു കുത്തിയത് ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെയാണ്. ആ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്.